നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് യുനാനി ചികിത്സയെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് പട്ടാമ്പിയിലെ മെഡിസിന യുനാനി ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ വഹാബ് മെഡിസിനയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്താ, നമുക്കെല്ലാം ജനങ്ങൾക്ക് എല്ലാവർക്കും ഈ ആയുർവേദത്തിനെ കുറിച്ച് നന്നായിട്ടറിയാം, അലോപ്പതി വിഭാഗത്തെക്കുറിച്ച് നന്നായിട്ടറിയാം, പ്രകൃതി ചികിത്സയെക്കുറിച്ച് നന്നായിട്ടറിയാം, യോഗ അതുപോലെയുള്ള ചികിത്സാ രീതികളും അല്ലെങ്കിൽ അതുപോലെയുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് അറിയാം, ഹോമിയോപ്പതിയെക്കുറിച്ച് അറിയാം, ഈ യുനാനി ചികിത്സയെക്കുറിച്ചും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ യുനാനിയെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള അറിയുന്നത് പറഞ്ഞു വെച്ചാൽ നമുക്ക് അടുത്തെങ്ങും അധികം യുനാനി ഡോക്ടേഴ്സ് ഇല്ല. നമുക്ക് വളരെ എണ്ണത്തിൽ വളരെ കുറവാണ്. പല ആൾക്കാരും ഈ യുനാനി ചികിത്സയെ ആയുർവേദവുമായിട്ട് ലിങ്ക് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ആയുർവേദ ചികിത്സയുടെ മറ്റൊരു വകഭേദം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മെഡിസിനുകൾ കഴിക്കുമ്പോഴായിരുന്നാലും അതിൻ്റെ അകത്ത് ടെക്സ്ചർ ആയിരുന്നാലും സ്മെല്ലായിരുന്നാലും പലപ്പോഴും ഈ ആയുർവേദവുമായിട്ട് ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യാറുമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ യുനാനി ചികിത്സാ രീതി? അത് ആയുർവേദവുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധമുണ്ടോ? യുനാനി ചികിത്സ ശരിക്കും ഗ്രീസിൽ ഒറിജിൻ ചെയ്തൊരു ചികിത്സാ രീതിയാണ്. അത് അറബികളിലൂടെ വികസിച്ച് അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തി. അങ്ങനെ ഇന്ത്യയിൽ ആണ് അതിന് ഏറ്റവും കൂടുതൽ വളം കിട്ടിയത്. അതുകൊണ്ട് ലോകത്ത് തന്നെ ഏറ്റവും നന്നായി യുനാനി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. ഇത് ആയുർവേദവുമായിട്ട് ഇതിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എല്ലാവരും ചോദിക്കുന്ന വളരെ കോമൺ ആയിട്ട് ഞങ്ങൾ നേരിടുന്നൊരു ചോദ്യമാണ്. ആയുർവേദത്തിൽ ഇന്ത്യയിലുള്ള ഏതായാലും ഈ ആയുർവേദമാവട്ടെ യുനാനി ആവട്ടെ ഇതിൻ്റെയൊക്കെ മെഡിസിൻസ് എന്ന് പറയുന്നത് പച്ചമരുന്നുകളാണ്, ചെടികളാണ്, പച്ചമരുന്നുകളാണ് കൂടുതലും. അപ്പോൾ ഇന്ത്യയിലുള്ള പച്ചമരുന്നുകളാണ് ആയുർവേദത്തിൽ വന്നിട്ടുള്ളത്. പക്ഷേ യുനാനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചെടികൾ അതിൽ ചേർന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ലാവൻഡർ, ഇംഗ്ലീഷ് ലാവൻഡർ, അത് യുനാനിൽ ചേരുന്നുണ്ട്. അതുപോലെ ചൈനയിൽ നിന്നുള്ള തരം ചൈനീസ് റൂട്ട് എന്ന് പറയുന്ന മരുന്ന്, ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഔഷധ സസ്യങ്ങൾ ഇതിൽ ചേരുന്നുണ്ട്. ഗ്രീസിൽ നിന്ന് വന്ന ഒരു ചികിത്സാ രീതി ആയതുകൊണ്ടാവും ഒരു പക്ഷേ പുറത്തുനിന്നുള്ള മരുന്നുകളും. അതുമാത്രമല്ല, യുനാനി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ വികസിച്ച് പൂർണ്ണം നേടിയ ചികിത്സാ രീതിയാണ്. അത് അറബികളിലെത്തിയപ്പോൾ അവിടെ നിന്ന് വികസിച്ചു, പേർഷ്യയിലെത്തിയപ്പോൾ അവിടെയും അതിന് വികസനമുണ്ടായി, ഇന്ത്യയിൽ നിന്ന് പോലും യുനാനി മെഡിസിന് കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ആയുർവേദവുമായിട്ടുള്ള ഒരു റിലേഷൻ എന്താണ് ഇതിനകത്ത്? ഏതെങ്കിലും ഈ ആയുർവേദ തത്വങ്ങളിലേക്കോ അല്ലെങ്കിൽ മെഡിസിൻ പ്രിപ്പയർ ചെയ്യുന്ന രീതികളിലോ അല്ലെങ്കിൽ ചികിത്സാ രീതികളിലോ ഏതെങ്കിലും ആയുർവേദ ഒരു സിസ്റ്റവുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള താരതമ്യം എപ്പോഴെങ്കിലും ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടോ? താരതമ്യമുണ്ട്, എന്നാൽ അതുപോലെ തന്നെ വ്യത്യാസങ്ങളുമുണ്ട്. താരതമ്യം എന്ന് പറയുന്നത് ഒന്ന് പച്ചമരുന്നുകളാണ് ചേരുന്നത്, ഔഷധസസ്യങ്ങളാണ് ചേരുന്നത് പ്രധാനമായിട്ടും എന്നുള്ളത് ഒരു സാമ്യതയാണ്. അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ത്രിദോഷ സിദ്ധാന്തം എന്ന് പറയും, വാദം പിത്തം കഫം. യുനാനിയിൽ അത് ചതുർദോഷ സിദ്ധാന്തമാണ്. അത് മുമ്പേ ഉണ്ടായിരുന്ന തിയറിയെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് ചതുർദോഷ സിദ്ധാന്തത്തിലെത്തിയത്. ഈ മെഡിസിൻ്റെ ഒരു ഇവല്യൂഷൻ നമ്മൾ പഠിക്കും മനസ്സിലാവും. ആദ്യം ഇതിൽ ത്രിദോഷ സിദ്ധാന്തമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കൂടുതൽ ഗവേഷണങ്ങളൊക്കെ ആ കാലത്ത് വന്നപ്പോൾ അതിന് ചതുർദോഷ സിദ്ധാന്തത്തിലാണ് അത് എത്തിപ്പെട്ടത്. അങ്ങനെ അതിൻ്റെ ബേസിലാണ് യുനാനി മെഡിസിൻ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും. നമ്മൾ യുനാനിയെക്കുറിച്ച് പറയുമ്പോൾ ഏതൊക്കെ അസുഖങ്ങൾക്ക് സാധാരണയായിട്ട് യുനാനി ചികിത്സ തേടി ആൾക്കാർ എത്താറുണ്ട്? അതിന് മുമ്പ് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ യുനാനി പ്രാക്ടീസ് നടക്കുന്നത്. പക്ഷേ നമുക്കറിയാം, നമ്മളിപ്പം അലോപ്പതി ആയിരുന്നാലും ഹോമിയോപ്പതി ആയിരുന്നാലും ആയുർവേദം എടുത്തു കഴിഞ്ഞാലും നമുക്ക് തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റൽ ഒരു 5 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ ഉണ്ടാവും, അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ പോകും. ഇല്ലെങ്കിൽ നമുക്ക് ഒരു സിറ്റിയിൽ താമസിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു യുനാനി ഡോക്ടറെ അടുത്തേക്ക് അല്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെയോ അലോപ്പതി ഡോക്ടറെയോ ഹോമിയോപ്പതി ഡോക്ടറെയോ പ്രകൃതി ചികിത്സകനെയോ ഒക്കെ നമുക്ക് ലഭ്യമാകും. നമുക്ക് യുനാനി ഡോക്ടേഴ്സിനെ അന്വേഷിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കംഫർട്ടബിളായിട്ട് കിട്ടാറില്ല. അത് സത്യമല്ലേ? യാഥാർത്ഥ്യമാണ്. കാരണം ഒന്ന്, കേരളത്തിൽ യുനാനി പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. 3 വർഷം മുന്നെയാണ് കേരളത്തിൽ ആദ്യമായിട്ടൊരു യുനാനി മെഡിക്കൽ കോളേജ് വരുന്നത്. പിന്നെ മറ്റൊന്ന്, യുനാനി പഠിച്ച ആളുകൾ, ക്വാളിഫൈഡ് ആയ ഡോക്ടേഴ്സും കേരളത്തിൽ വളരെ കുറവാണ്. ഇപ്പോൾ ഒരു 50-60 പേര് ആണ് ഇപ്പോൾ കേരളത്തിൽ പഠിച്ച് ക്വാളിഫൈഡ് ആയ ഡോക്ടേഴ്സ് ഉള്ളത്. പിന്നെ പലരും പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടും മറ്റുള്ളതൊക്കെ വായിച്ച് പാരമ്പര്യം എന്ന പേരിലൊക്കെ ഈ ക്വാക്സ് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ യുനാനിയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് പലരും പേരുദോഷം ഉണ്ടാക്കുന്ന
രീതിയിലുള്ള പ്രവർത്തനം നടത്താറുണ്ട്. പലരും ഈ യുനാനി മാത്രമല്ല മിക്സോപ്പതി ചെയ്യും, മന്ത്രവും മരുന്നൊക്കെ കൂട്ടിച്ചേർത്ത്. അങ്ങനെ ഒരു ധാരണ മുമ്പ് കേരളത്തിൽ ആളുകൾക്കിടയിലുണ്ട്. യുനാനി ചികിത്സ എന്ന് പറയുന്നത് ഇങ്ങനെ എന്തൊക്കെയോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളത്. യുനാനി ചികിത്സയിൽ ഏതെങ്കിലും സാമുദായികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ആ ചികിത്സയിൽ നമുക്കിപ്പോൾ എന്താ പറയുക, ആയുർവേദം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു ആയുർവേദം ഇവല്യൂഷൻ ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു സാമുദായികമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സംസ്കൃതവുമായിട്ടുള്ളതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു അടുപ്പം നമുക്ക് ആയുർവേദം എടുത്തു കഴിഞ്ഞാൽ പറയും. പല വാക്കുകളും നമുക്ക് സംസ്കൃതത്തിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഈ യുനാനി ചികിത്സയിലുണ്ട്? ഉണ്ട്. പക്ഷേ ആയുർവേദത്തിൻ്റെ അത്ര തന്നെ ഇല്ലെങ്കിലും യുനാനിയിലും അതുണ്ട്. കാരണം യുനാനിയുടെയൊക്കെ ഒരു ക്ലാസിക്കൽ നമ്മുടെ ഗുരുക്കളായി പരിഗണിക്കുമ്പോൾ ഒന്ന് ഗാലനാണ്, ജാലിനൂസ് എന്ന് പറയുന്ന ഗാലൻ. അദ്ദേഹം മുസ്ലിം അല്ല. പിന്നെ മറ്റൊന്ന് ഇബ്നു സീന, അറബിയായ ഇബ്നു സീനയാണ്, അദ്ദേഹം മുസ്ലിമാണ്. ഇങ്ങനെയുള്ള ഇതിൻ്റെ ക്ലാസിക്കൽ ലിറ്ററേച്ചറുകളൊക്കെ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗ്രീക്ക് ഫിലോസഫിയെ ഒരു വൈദ്യശാസ്ത്രമായി വികസിപ്പിച്ചെടുത്തത് അറബികളാണ്. അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്നതിനപ്പുറം മതപരമായ യാതൊരു അറ്റാച്ച്മെൻറ്റ് ഒന്നുമില്ല. പിന്നെ ഒരു പ്രധാന തടസ്സമുള്ളത് ഈ ഭാഷയാണ്. ഈ ക്ലാസിക്കൽ പുസ്തകങ്ങളൊക്കെ അറബി ഭാഷയിലാണ് ഉണ്ടായിരുന്നത്. പല സെൻറ്റൻസുകളും നമ്മൾ കോട്ടേറ്റ് ചെയ്യുമ്പോൾ സംസ്കൃതത്തിൽ നിന്ന് വന്ന പദങ്ങളായതുകൊണ്ട് തന്നെ പലപ്പോഴും ഡോക്ടർമാർ പറയുമ്പോൾ രോഗികൾക്ക് അത് മനസ്സിലാവില്ല. അപ്പോൾ അതിൻ്റെ മലയാള തർജ്ജിമയായിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആയിരിക്കും ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത്. എന്നതുപോലെ യുനാനി ക്ലാസിക്കൽ ലിറ്ററേച്ചേഴ്സൊക്കെ അറബി പേർഷ്യൻ ഭാഷകളിലാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ പിന്നെ മലയാളത്തിൽ വളരെ ദുർലഭമാണ്. മലയാളത്തിൽ ശരിക്കും യുനാനി ലിറ്ററേച്ചർ ലഭ്യമല്ല എന്ന് തന്നെ പറയാം. ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അറബി കുറച്ച് അറിയുന്ന ആളുകൾക്കാണ് യുനാനി പഠിക്കാൻ സൗകര്യം എന്നുള്ള മുമ്പേ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതാനും പഠിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. എല്ലാ സിസ്റ്റത്തിനും ഒരു യുണീക്നെസ് ഉണ്ടാവും. ഇപ്പം ആയുർവേദം എടുത്തു കഴിഞ്ഞാലും അലോപ്പതി എടുത്താലും പ്രകൃതി ചികിത്സ എടുത്തു കഴിഞ്ഞാലും ഒരു യുണീക്ക് സ്വഭാവം ആ ചികിത്സാ രീതികൾക്കുണ്ടാവും. ഈ യുനാനി ചികിത്സയിൽ അങ്ങനെ ഒരു യുണീക്ക് സ്വഭാവം ഉണ്ടോ? നമുക്ക് എന്തായിരിക്കും അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു യുണീക്ക് സ്വഭാവം? ഏതൊരു ചികിത്സാരീതിയും അത് ഏറ്റവും പ്രസക്തമാകുന്നത്, അതൊരു ചികിത്സയായിട്ട് മനുഷ്യർക്ക് തോന്നുന്നത് അത് മനുഷ്യൻ്റെ വേദനകൾക്ക് ശമനം നൽകുമ്പോഴാണ്. പെയിനാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ദുരിതം. രോഗങ്ങളിൽ വെച്ച് ഒരു പെയിനാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ വേദനകൾക്ക് ശമനം ഉടനെ നൽകാൻ പറ്റുന്നതിന് ഒരു നല്ല ചികിത്സാരീതിയായിട്ട് ആളുകൾ പരിഗണിക്കുമെന്നുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ യുനാനിയുടെ ഒരു യുണീക്നെസ് എന്ന് പറഞ്ഞാൽ ഈ വേദനകൾക്ക് ശമനം നൽകാനുള്ള വിവിധ ചികിത്സാ സങ്കേതങ്ങൾ അതിലുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു യുണീക്നെസ് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും അതിലേക്ക് പോകാം സാർ. ഒന്ന് രണ്ട് കാര്യങ്ങളോട് നമുക്ക് കടന്നു പോകേണ്ടി ഇരിക്കുന്നു. പല ആൾക്കാരും നമുക്കറിയാം ഈ ഹെവി മെറ്റൽസിൻ്റെ യൂസ് പലപ്പോഴും യുനാനി ചികിത്സയിലുണ്ട്, അല്ലെങ്കിൽ അത് ശരീരത്തിന് കേടാവും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് നമുക്ക് ചർച്ച നീളാം. ഹലോ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് യുനാനി ചികിത്സയും അതിനുള്ള പ്രതിരോധവും അല്ലെങ്കിൽ അതിൻ്റെ രോഗങ്ങൾ എങ്ങനെ അതിനെ ചികിത്സിക്കാം, രോഗങ്ങളെക്കുറിച്ച് എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഡോക്ടർ വഹാബ് മെഡിസിനെയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഡോക്ടർ, ഈ നമ്മൾ അതൊരു കാര്യം പറയുന്നത് പല ആൾക്കാരും ഇതിനകത്തൊരു ഹെവി മെറ്റൽസിൻ്റെ യൂസ് അല്ലെങ്കിൽ പലതരം മെറ്റൽസ് യുനാനി ചികിത്സയിൽ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? മെറ്റൽസ് എപ്പോഴെങ്കിലും നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ ഹെവി മെറ്റൽസ് ഉപയോഗിക്കുന്ന ശരീരത്തിന് ദൂരവ്യാപകമായിട്ടുള്ള ദോഷഫലങ്ങൾ, ഇമ്മീഡിയറ്റ് പോയിസണിങ്ങിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്, അതുമല്ല ദൂരവ്യാപകമായിട്ട് വർഷങ്ങളെടുത്ത് വളരെ സ്ലോലി ആയിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പലപ്പോഴും മരുന്നുകൾ കഴിച്ചുണ്ടാകാം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ പല സ്ഥലത്തുനിന്നും വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തുള്ള അഭിപ്രായങ്ങൾ പല സ്ഥലത്തും വരുന്നുണ്ട്. ഒന്ന്, യുനാനി ചികിത്സയിൽ ഹെവി മെറ്റൽസ് ഉപയോഗിക്കുന്നുണ്ടോ? ഒന്ന്. രണ്ട്, ഈ മെറ്റൽസ് ശരീരത്തിന് ഹാനി, പലപ്പോഴും നമുക്കറിയാം ചില മരുന്നുകൾ കഴിക്കുന്നത് രോഗശാന്തി നടക്കും അല്ലെങ്കിൽ കിട്ടുമെന്നുണ്ടെങ്കിലും ഒരു പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് കേടുവരുന്ന പല മരുന്നുകളും പല സിസ്റ്റങ്ങളിലുമുണ്ട്, പേരെടുത്ത് പറയുന്നില്ല എന്ന് മാത്രം. യുനാനി ചികിത്സയിൽ ഇത്തരം ഹെവി മെറ്റൽസ് ഉപയോഗിക്കുന്നുണ്ടോ? അത് ദൂരവ്യാപകമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ശരീരത്തുണ്ടാക്കും? ഹെവി മെറ്റൽസ് യുനാനി മെഡിസിൻ ഞാൻ പറയല്ലോ, ഒരു 85% യുനാനി മെഡിസിനിൽ ഉപയോഗിക്കുന്നത് ഹെർബ്സാണ്. പിന്നെ ഒരു 10% മിനറൽസ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ചെറിയൊരു ഭാഗമായിട്ട് ഹെവി മെറ്റൽസ് വരുന്നുണ്ട്. 5% ആനിമൽ ഒറിജിൻ, മൃഗങ്ങളുടെ വിവിധ ശരീരഭാഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഹെവി മെറ്റൽസിൻ്റെ കാര്യം അത് വളരെ തമാശയാണ് ശരിക്കും. കാരണം ഹെവി മെറ്റൽസ് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുകയല്ല, കഴിക്കാൻ കൊടുക്കുകയല്ല ചെയ്യുന്നത്. അത് പ്രോസസ്സ് ചെയ്യും. അതിന് തന്നെ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ്, വളരെ സങ്കീർണമായ ഡീടോക്സിഫിക്കേഷൻ ശുദ്ധീകരണ പ്രക്രിയയിലൂടെയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്വഭാവം തന്നെ മാറും. പിന്നെ അത് സിംഗിളായിട്ടല്ല ഉപയോഗിക്കുന്നത്, അത് കോമ്പിനേഷനിലാണ്.
അപ്പോൾ യാതൊരു ഹാം ശരീരത്തിന് ഉണ്ടാക്കുന്നില്ല എന്ന് തെളിയിക്കപ്പെട്ടതാണ്. കാരണം യുനാനിയിലെ എല്ലാ മെഡിസിനും സ്റ്റാൻഡേർഡൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലാബുകളിൽ സ്റ്റാൻഡേർഡൈസ് ചെയ്യപ്പെട്ട് ഹാനികരമായ തോതിൽ ഹെവി മെറ്റൽസിൻ്റെ സാന്നിധ്യമില്ല എന്ന് ഉറപ്പ് വരുത്തപ്പെട്ട മെഡിസിൻസാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ആശങ്കയ്ക്ക് വകയില്ല. പക്ഷേ ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത് എന്താണ് അതിൻ്റെ സോഴ്സ് എന്നും ആരാണെന്നും വ്യക്തമല്ല. ഇത് ഹെവി മെറ്റൽസ് വ്യാപകമായി ഉപയോഗിക്കുന്നു എന്ന് മനഃപൂർവ്വം താറടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രചരണങ്ങൾ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ ആയിട്ട് ചില മെഡിസിനുകളിൽ ഹെവി മെറ്റൽസിൻ്റെ സാന്നിധ്യം കണ്ടു. ചില രോഗികളിൽ, കിഡ്നി രോഗികളിൽ ചില പർട്ടിക്കുലർ മെഡിസിൻസ് ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് പഠനം വരുന്നത്. അത് ശാസ്ത്രീയമായ പഠനമല്ല തന്നെ. കാരണം കിഡ്നി രോഗവുമായി വന്ന ആളുകൾ മുമ്പ് ഈ മരുന്ന് കഴിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് അവർ പഠനത്തിന് ഒരു വെച്ചിട്ടുള്ളത്, ഒരു മാനദണ്ഡം വെച്ചിട്ടുള്ളത്. അതൊരു ശാസ്ത്രീയമായ പഠനമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് വരെ ഏതെങ്കിലും യുനാനി മെഡിസിൻ ശരീരത്തിന് ദോഷകരമായ രീതിയിലുള്ള ഹെവി മെറ്റൽസ് അടങ്ങിയിട്ടുണ്ട് എന്ന് യാതൊരു പഠനവും തെളിയിച്ചിട്ടില്ല. നേരെ മറിച്ച് ഈ മെഡിസിൻ വളരെ ഫലപ്രദമാണ് എന്ന് പല ഇതിലും വളരെ സേഫാണെന്നുള്ള ധാരാളം പഠനങ്ങൾ. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ധാരാളം ഗവേഷണത്തിന് അവസരങ്ങളുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ യുനാനി മെഡിസിൻ വളരെ വിപുലമായ ഗവേഷണ സൗകര്യങ്ങളൊരു സ്ഥാപനമാണ്. അതിൻ്റെ തന്നെ വിവിധ ബ്രാഞ്ചുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇവിടേക്ക് ഓരോ രോഗത്തെ കേന്ദ്രീകരിച്ചിട്ടും ഓരോ മെഡിസിനെ കേന്ദ്രീകരിച്ചും പഠനങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ യാതൊരു ഇതും അതിൽ കണ്ടെത്തിയിട്ടില്ല. യാതൊരു ഹാനികരമായ യാതൊരു വസ്തുക്കളും യുനാനി മെഡിസിനിൽ ഉണ്ടാകുന്നില്ല. ഈ അടുത്ത കാലത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വറീഡ് ആയിട്ടുള്ളതാണ് ഈ ഡെങ്കു ഫീവർ. എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലൊക്കെ നിറഞ്ഞു കയറുന്നു. സർക്കാർ ആശുപത്രികൾ അടക്കം വാർഡുകൾ ഇരട്ടിപ്പിക്കുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ തന്നെ ക്യാൻറ്റീൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ ജനറൽ വാർഡുകളാക്കി ബെഡുകൾ കൊണ്ടിട്ട് നടത്തുന്ന ഒരു സംവിധാനം നമുക്ക് ഒരു അടുത്ത കാലത്തല്ലാതെ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാവരും മറന്നിട്ട് പോലുമില്ല. നമ്മൾ അടുത്ത മഴക്കാലം എത്തുമ്പോഴൊക്കെ പേടിയാണ്. അതേ ജൂണിലെത്തുമ്പോഴത്തേക്ക് പേടിയാണ് ഈ അടുത്ത ഡെങ്കു എപ്പിഡമിക് ഇനി എന്നാ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇത്തരം ഇൻഫെക്ഷ്യസ് ഡിസീസിന് ഫലപ്രദമായിട്ട് തന്നെ യുനാനി ചികിത്സയിൽ നമുക്ക് സാധിക്കുമോ? മറ്റ് അനുബന്ധ പ്രശ്നങ്ങൾ, ഇപ്പം പല ഇൻഫെക്ഷൻ ഡിസീസിന് തന്നെ പല, ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. മഴക്കാല രോഗങ്ങളും അതുപോലെ തന്നെ വേനൽക്കാല രോഗങ്ങളും ഉള്ള ഇൻഫെക്ഷ്യസ് ഡിസീസ് വൈറലും ആയിക്കോട്ടെ ബാക്ടീരിയലും ആയിക്കോട്ടെ ഒക്കെ നമുക്ക് യുനാനി മെഡിസിനിലൂടെ ഫലപ്രദമായിട്ട് തന്നെ ചികിത്സിക്കാനായിട്ട് സാധിക്കും. അഭിലാഷ് ചോദിച്ചത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ഈ പകർച്ചവ്യാധികൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ആരോഗ്യ വെല്ലുവിളിയാണ്, ഒരു വലിയ ഹെൽത്ത് ഹസാർഡ്. ഒരു ആരോഗ്യ വെല്ലുവിളി മാത്രമല്ല, അതൊരു സോഷ്യോ എക്കണോമിക് ഹസാർഡ് കൂടിയാണ്. കാരണം ഈ പകർച്ചവ്യാധികൾ പിടിപെട്ടാൽ ഒരു കുടുംബത്തിൽ ചിലപ്പോൾ 2-3 പേർക്ക് ഒരുമിച്ച് വരും. അവർ തൊഴിലിന് പോകുന്ന ആളുകളായിരിക്കാം. അവർക്ക് ലീവ് എടുക്കേണ്ടി വരും. ചിലപ്പോൾ മാസങ്ങളോളം ഇതിൻ്റെ ദുരിതത്തിൽ അവർ കഴിയേണ്ടി വരും. ഇത് എല്ലാ മഴക്കാലത്തും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, യുനാനിയുടെ ഒരു യുണീക്നെസ് എന്ന് പറയുന്നത് ഈ പകർച്ചവ്യാധികൾക്കുള്ള പ്രതിരോധവും അതിൻ്റെ ചികിത്സയും, പ്രൊഫൈലാക്സിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്, അത് വളരെ ഫലപ്രദമായിട്ട് യുനാനിയിൽ നടത്താൻ സാധിക്കും. ഇപ്പോൾ കേരളത്തിൽ യുനാനി പ്രാക്ടീസ് ചെയ്യുന്ന ക്വാളിഫൈഡ് ആയ ഡോക്ടേഴ്സിൻ്റെ OPകൾ നോക്കിയറിയാം. ഈ സീസണിൽ പകർച്ചവ്യാധി സീസണുകൾ വളരെ നല്ല മികച്ച പരിഹാരം നമുക്കുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഡെങ്കു ഫീവറിൻ്റെ കാര്യത്തിൽ തന്നെ വളരെ നമ്മുടെ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ട് ഒരു 72 hours to 1 week ആൾ റിക്കവർ ആകുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ട്. നമ്മുടെ ചികിത്സാനുഭവങ്ങളിൽ നിന്ന് തന്നെ അത് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫിലോസഫി അങ്ങനെയാണ്. അതായത് നേരെ വൈറസിനെ ഇത് ചെയ്യുന്ന മെഡിസിൻ അല്ല, പക്ഷേ നേരെ മറിച്ച് ശരീരത്തിൻ്റെ ഒരു വൈറ്റൽ ഫോഴ്സ് ഉണ്ട്, അതിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇത്തരം ഡെങ്കു ഫീവറിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള, ഇപ്പോൾ നമുക്കൊക്കെ തന്നെ ധാരാളം ചികിത്സാനുഭവങ്ങളുള്ള യുനാനി ഒരുപക്ഷെ അലോപ്പതി മെഡിസിൻ, മോഡേൺ മെഡിസിൻ കഴിഞ്ഞാൽ ഡെങ്കു ഫീവറിന് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് യുനാനി ഹോസ്പിറ്റലിൽ ഉണ്ടാവുള്ളൂ. മറ്റു ഹോസ്പിറ്റലിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അത്രയും നല്ല കോൺഫിഡൻസോടെയും വളരെ നല്ല രീതിയിലും ചികിത്സിക്കാൻ പറ്റുന്ന ഒരു രോഗമാണ്. ഇത് മാത്രമല്ല, ഇതിൻ്റെ പ്രതിരോധം യുനാനിയിലെ വളരെ നല്ല ഒരു പ്രതിരോധ മരുന്ന്, അതിന് അർക്കജീബ് എന്ന ഫോർമുലയിൽ വരുന്ന ഒരു മരുന്നുണ്ട്. ക്ലാസിക്കൽ ലിറ്ററേച്ചറിലുള്ള മരുന്നാണ് ഇത്. ഏത് തരം പകർച്ചവ്യാധിയുടെയും ഒരു പ്രതിരോധ മരുന്നായിട്ട് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ചില താളവ്യതിയാനങ്ങളാണ് ഇത്തരം രോഗങ്ങളെ പെട്ടെന്ന് ശരീരം സ്വീകരിക്കുന്നത്. അപ്പോൾ ആ താളം, ഈ യുനാനി ഒരു ഹാർമണിയിലാണ് വിശ്വസിക്കുന്നത്. ഒരു താളഭംഗമാണ് രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നത് എന്നാണ്. ഇപ്പോൾ ബാക്ടീരിയ എല്ലായിടത്തും ഉണ്ട്, പക്ഷേ എല്ലാവർക്കും രോഗം ഉണ്ടാകുന്നില്ല. ആ ഉണ്ടാകാൻ കാരണമായ ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തിനുണ്ട്. അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് യുനാനിയുടെ ഒരു അടിസ്ഥാനമായ ഒരു ചികിത്സാ സിദ്ധാന്തം. തീർച്ചയായിട്ടും നമ്മൾ ഇൻഫെക്ഷൻ ഡിസീസ് അല്ലാതെ നമുക്ക്
ഈ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നടുവേദനയുമായി ബന്ധപ്പെട്ട്, ഡിസ്ക് പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട്, ആർത്രൈറ്റിസുമായി ബന്ധപ്പെട്ട്, സ്പോണ്ടിലോട്ടിസുമായിട്ട് ബന്ധപ്പെട്ട്, ഷോൾഡർ പെരിയാർത്രൈറ്റിസുമായി ബന്ധപ്പെട്ട്, മൈഗ്രെയിനുമായി ബന്ധപ്പെട്ട്, സ്പൈനൽ ഡിസീസസുമായി ബന്ധപ്പെട്ട്, ഇടുപ്പ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഇടുപ്പലുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ വേദന തിന്നുന്ന ഒരു വലിയ സമൂഹമുണ്ട്. അവർക്ക് എങ്ങനെ നമുക്കൊരു യുനാനി ചികിത്സയിൽ ഫലപ്രദമായിട്ട് കാണാം? പിന്നെ അതിലും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ചികിത്സകളാണോ? പല ആൾക്കാരും ഇപ്പോൾ പല ചികിത്സാ ശാസ്ത്രത്തിൽ നിന്നും പുറത്തു പോകേണ്ടി വരുന്ന ഒരു പ്രധാന റീസൺ അതിനുള്ളൊരു എക്സ്പെൻസ് തന്നെയാണ്. അപ്പോൾ യുനാനി ചികിത്സ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ചികിത്സയാണോ? ഇത്തരം വേദനകൾ അല്ലെങ്കിൽ ഇത്തരം ഡീജനറേറ്റീവ് കണ്ടീഷൻസ് എത്രത്തോളം നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും? 2 ചോദ്യങ്ങളാണല്ലോ ചോദിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം. എക്സ്പെൻസീവ് ആണോ എന്നുള്ളതാണ്. അത് ആപേക്ഷികമാണ്. രോഗത്തിൻ്റെ അവസ്ഥ അനുസരിച്ച്, അതിൻ്റെ പഴക്കമനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഒരു പനി വരുന്ന, സാധാരണ ഒരു ഫ്ലൂ വരുന്ന, ഒരു പെട്ടെന്നുള്ള ഒരു പകർച്ചപ്പനി വന്ന ഒരു പേഷ്യൻറ്റ് 3 ദിവസം മരുന്നിന് വളരെ ചെറിയ, അത് കമ്പയർ ടു മോഡേൺ മെഡിസിനും അത്രയും താഴെ ചിലവ് വരുന്നുള്ളൂ. പിന്നെ ചില രോഗങ്ങളിൽ നമുക്കിത് അധികമായിട്ട് ആവശ്യം വരും. അത് ദീർഘകാലം മരുന്ന് കഴിക്കേണ്ടി വരാറുണ്ട്, ചില പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോഴൊക്കെ എന്നാൽ തന്നെ ഇപ്പോൾ ഒരു നിലവിലുള്ള ഒരു കമ്പയർ ടു നമ്മൾ മോഡേൺ മെഡിസിനാണല്ലോ എപ്പോഴും കമ്പയർ ചെയ്യുക, ഒരു റെഫറൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ യുനാനി മെഡിസിൻ കുറവാണ്, ചികിത്സാ ചെലവ് കുറവാണ്. ഹലോ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് യുനാനി ചികിത്സയും രോഗങ്ങളുമാണ്. ഡോക്ടർ വഹാബ് മെഡിസിനെയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സാർ, നേരത്തെ നമ്മൾ ബ്രേക്കിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഡീജനറേറ്റീവ് കണ്ടീഷനുമായിട്ട് കഴുത്ത് വേദന, തോളല് വേദന, ഇടുപ്പ് വേദന, മുട്ടുവേദന, നടുവേദന, ഡിസ്കിൻ്റെ തകരാറ് ഒക്കെ പലയിടത്ത് ചികിത്സിച്ചിട്ടും പിന്നെ ആൾക്കാർ എന്നെ ചികിത്സിച്ചിട്ട് കാര്യമില്ലാന്ന് കണ്ട് വെറുതെ ഇരിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. അപ്പോൾ ഇത്തരം ഡീജനറേറ്റീവ് കണ്ടീഷൻസ് എത്ര ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ ഇത്തരം ആൾക്കാർ ഇതിൽ നമുക്ക് ആയുർവേദത്തിലാണ് പലതരത്തിലുള്ള പഞ്ചകർമ്മ പോലെയുള്ള നമ്മുടെ ശരീരത്തിനകത്ത് ലേപനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന പല രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടോ? അതുപോലെയുള്ള പ്രൊസീജിയേഴ്സും യുനാനി ചികിത്സയിലുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ ഈ വേദനയ്ക്ക് ശമനം നൽകുന്ന വളരെ വളരെ വിപുലമായ ഒരു ചികിത്സാ സംവിധാനം തന്നെ യുനാനിയിലുണ്ട്. അതിൽ ഒന്ന് ആർത്രൈറ്റിസുകൾ, ഡിജനറേറ്റീവ് രോഗങ്ങളൊക്കെ തുടക്കം അതിൻ്റെ ഒരു തെറ്റായ ജീവിത രീതിയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. യുനാനി കൺസെപ്റ്റിൽ പ്യൂർലി ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. കാരണം ശരിയായ രീതിയിൽ ഒരു ആരോഗ്യവാനായിരിക്കാൻ കുറച്ച് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ സാധാരണ ചെന്ന് ഉണ്ണുന്നു, ഉറങ്ങുന്നു, വെളിയിൽ പോകുന്നു എന്നതിനപ്പുറം ആരോഗ്യവാനായിരിക്കാൻ യുനാനിയിലത്തെ ഫിലോസഫി പറയുന്നത് അസ്ബാബെ സിത്ത ജറൂറിയ എന്ന് പറയും. 6 എസെൻഷ്യൽ കോസസ് ഓഫ് ഹെൽത്ത്, ആരോഗ്യത്തിൻ്റെ 6 അടിസ്ഥാന നിദാനങ്ങൾ. ഇത് പാലിച്ച് ജീവിക്കുന്നവർക്ക് ഇത് ഉണ്ടാവില്ല. അതിനുള്ള കുറച്ച് ഒരു വിപുലമായ ഒരു പഠനം തന്നെ യുനാനിയിൽ തന്നെ ഉണ്ട്. അത് പാലിക്കുന്നവർക്ക് ഇതിൻ്റെ രോഗങ്ങൾ ഉണ്ടാവില്ല. ഇനി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് മരുന്ന് കൊടുത്ത് ചികിത്സിക്കും. മരുന്ന് കൊണ്ട് ശരിയാവാത്ത നേരത്തെ പറഞ്ഞ കർമ്മങ്ങൾ, ഒരുപാട് പ്രൊസീജിയേഴ്സ് യുനാനിയിലുണ്ട്. അത് മസാജ് വരുന്നുണ്ട്, തെറാപ്യൂട്ടിക് മസാജുകളുണ്ട്, പിന്നെ ഹിജാമ എന്ന് പറയുന്ന ഒരു ചികിത്സയുണ്ട്. അത് രക്തം എടുക്കുന്നതും എടുക്കാത്തതുമായ ചികിത്സയുണ്ട്. പിന്നെ വിവിധ എണ്ണകൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സകൾ, ചൂട് പിടിപ്പിക്കുന്നത്, തണുപ്പിക്കുന്നത്, മസാജുകൾ, വിവിധ തരം മസാജുകൾ, ഇങ്ങനെ വളരെ വിപുലമായ, അത് ഓരോ രോഗത്തിൻ്റെ അവസ്ഥ അനുസരിച്ചിട്ട് ഉള്ളിലും പുറത്തൊക്കെയുള്ള ചികിത്സയാണുള്ളത്. ഇപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെയുള്ള വാതരോഗങ്ങൾ, ഇതൊക്കെ വളരെ ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന രോഗങ്ങളാണ്. ഇതിന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ യുനാനി ഗവേഷണ സ്ഥാപനം നടന്ന നല്ല പഠനങ്ങളുണ്ട്. യുനാനിയിലെ തന്നെ ഒരു പ്രത്യേക ചികിത്സ മുൻസിജ് മുസ്കിൽ തെറാപ്പി എന്ന് പറയും. ശരീരത്തിൽ നിന്ന് ഇത്തരം ഈ രോഗകാരണമായ അവസ്ഥകളെ ഉന്മൂലനം ചെയ്യുന്ന, വേരോടെ പിഴുതെറിയുന്നൊരു ചികിത്സാ സമീപനമാണത്. ഇതൊക്കെ വളരെ ഫലപ്രദമാണെന്ന് പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും. ബാക്കി ഇപ്പോൾ ഡിജനറേറ്റീവ് കണ്ടീഷൻ പറഞ്ഞു, ഇൻഫെക്ഷ്യസ് ഡിസീസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ വേറൊരെണ്ണം ഉള്ളത് ഈ ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്, അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, റെക്ടൽ ഡിസ്ഫങ്ഷൻ പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ യുനാനി ചികിത്സയിൽ ഫലപ്രദമായിട്ട് ചികിത്സിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യുനാനി ഒരു സമ്പൂർണ്ണ ചികിത്സാ രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ രോഗങ്ങൾക്കും അതിൽ ചികിത്സ പറയുന്നുണ്ട്. അതിൻ്റെ എങ്ങനെ രോഗങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പുരോഗതി, ഓരോ സ്റ്റേജ് പറയുന്നുണ്ട്. ആ സ്റ്റേജിലൊക്കെ എന്തൊക്കെ ചികിത്സയാണ് വേണ്ടത്. ചില രോഗങ്ങളിൽ സാധ്യമാകാത്ത രോഗങ്ങളുണ്ട്. ഇപ്പോൾ യുനാനിയുടെ ഒരു അവസാനത്തെ ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത് സർജറി യുനാനിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേജിൻ്റെ അതുവരെ പറയുന്നുണ്ട്. ഇനി അതിലും ഭേദമാകാത്ത രോഗങ്ങളെക്കുറിച്ചിട്ടും ഉണ്ട്. അത് രോഗത്തിൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ
നേരത്തെ പറഞ്ഞതുപോലെ ഹെപ്പറ്റൈറ്റിസ്, ഇതൊക്കെ വളരെ ലഘുവായി ചികിത്സിക്കാവുന്ന രോഗങ്ങളാണ്. ലിവറിൻ്റെ ഡിസീസ് കേരളത്തെ യുനാനിയെ കുറിച്ചിട്ട് വിശദീകരിക്കുന്ന ലിറ്ററേച്ചറിലൊക്കെ തന്നെ ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമായ ഒരു രോഗം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ആണ്. ലിവർ രോഗങ്ങളാണ്. വളരെ ഫലപ്രദമായ ചികിത്സ ലിവർ രോഗങ്ങളിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ആൻറ്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഒരു രീതിയിലല്ല യുനാനിയുടെ മെഡിസിൻ പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണോ ആ ശരീരത്തിൽ ആ രോഗം വന്നത്, ആ ശരീരത്തിനെ അതിന് സജ്ജമാക്കി കഴിഞ്ഞാൽ, പ്രതിരോധിക്കാൻ സജ്ജമാക്കി കഴിഞ്ഞാൽ രോഗവും മാറി നിൽക്കും എന്നുള്ളതാണ് യുനാനിയുടെ ഫിലോസഫി. ഈ ആയുർവേദത്തിനെ തന്നെ യുനാനിയും ഒരു 80% ഹെർബ്സ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പലതരം ഹെർബ്സ് ഉണ്ട്, കേരളത്തിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഹെർബ്സ് ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഈ യുനാനി മെഡിസിൻസ് ആ ഡോക്ടർ തന്നെ പ്രിപ്പയർ ചെയ്യുമായിരിക്കുമോ, അതോ നമുക്കിപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് യുനാനി മെഡിസിൻസ് ലഭ്യമാണോ സാധാരണഗതിയിൽ? ഈ ഇത്തരം ഹെർബ്സ് നമുക്ക് ലഭിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എത്രത്തോളമാണ്? നമുക്ക് ഇപ്പോഴും തന്നെ അറിയാം, നമ്മുടെ പണ്ട് നാട്ടിൻപുറത്തൊക്കെ കിട്ടുന്ന വളരെ സർവ്വസാധാരണമായിട്ടുള്ള പല ഇലകളും അല്ലെങ്കിൽ പല ചെടികളും ഇപ്പോൾ അന്യമാണ്. ഹെബ്സിൻ്റെ ലഭ്യത ഞാൻ പറഞ്ഞല്ലോ, യുനാനിയിലേക്ക് ഈ രാജ്യത്തുള്ള മെഡിസിൻ മാത്രം, ഹെബ്സ് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹെബ്സിൽ ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ലഭ്യത ഒരു പ്രശ്നം തന്നെ. പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് രോഗികൾക്ക് മരുന്ന് എഴുതി കൊടുക്കുന്ന ആരും ചെടികൾ പറിച്ച് വീട്ടിലുണ്ടാക്കാൻ ഈ നമ്മളത് ഒരു ഹൈലി വോളറ്റൈൽ ടൈമാണ്, അതിൻ്റെ ഒരു കാലമാണ്. അപ്പോൾ ആളുകൾക്ക് എല്ലാവരും തിരക്കാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അതിനുള്ള സമയമൊന്നും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ പ്രിപ്പയർഡ് മെഡിസിൻ, കോമ്പൗണ്ട് മെഡിസിൻസാണ് വ്യാപകമായിട്ട് യുനാനിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ലഭ്യമാണ്. ഇപ്പോൾ യഥേഷ്ടം കേരളത്തിൽ തന്നെ 2 ഫാക്ടറികൾ യുനാനി മെഡിസിൻ ഉണ്ടാക്കുന്നുണ്ട്. രാജ്യത്ത് തന്നെ വിവിധ മരുന്ന് ഫാക്ടറികളുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള മെഡിസിൻസ് മാർക്കറ്റിൽ ലഭ്യമാണ്. എഴുതി കൊടുത്താൽ ആർക്കും വാങ്ങാൻ പറ്റും. മാർക്കറ്റിൽ ലഭ്യമാണ് അത് മരുന്നുകൾ. എത്ര നാൾ എടുക്കും ഈ യുനാനി ചികിത്സ കേരളത്തിലൊരു സാധാരണഗതിയിൽ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടൊരു ഡോക്ടറെ പോയി കാണണമെന്നുണ്ടെങ്കിൽ എത്ര നാളെടുക്കും? നമുക്കറിയാം, ഒരു മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടൊന്നും ഈ കേരളത്തിൽ ജനസംഖ്യ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള നേരത്തെ ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി, എത്ര 40-60ഓളം ഡോക്ടേഴ്സാണ് ഇപ്പോൾ യുനാനി ചികിത്സയിലുമായി പെട്ട് ക്വാളിഫൈഡ് ആയ ഡോക്ടേഴ്സ് 60ഓളമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ ഇതൊരു വലിയ ഒരു സ്കേഴ്സിറ്റി, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് പോയി അല്ലെങ്കിൽ പേഷ്യൻസിന് പോയി ഡോക്ടറെ കാണാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഇതെന്തായാലും ഉറപ്പായിട്ടും അതുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ചികിത്സ എല്ലായിടത്തും ലഭ്യമല്ല കേരളത്തിൽ. ഇപ്പോൾ പ്രത്യേകിച്ചും പിന്നെ പാലക്കാട് മുതൽ തെക്കോട്ട് കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതലുള്ളത്. എറണാകുളത്തും ഇപ്പോൾ 2-3 ഡോക്ടേഴ്സ് ഉണ്ട്. അതൊരു ഇനി ഒരു കേരളത്തിൽ മെഡിക്കൽ കോളേജ് വന്നു, അതിൽ ഓരോ വർഷവും 50 വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്നു. 2 വർഷം കഴിഞ്ഞാൽ ഒരു ബാച്ച് ഇറങ്ങും. ഇങ്ങനെ ഒരു 4-5 വർഷം കൊണ്ട് അത്യാവശ്യം എല്ലാ ജില്ലകളിലും സാന്നിധ്യം യുനാനി ഡോക്ടേഴ്സിൻ്റെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും യുനാനി ചികിത്സയെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് എക്സ്പ്ലെയിൻ ചെയ്തതിനും അതുപോലെ തന്നെ യുനാനി ചികിത്സയുടെ അഡ്വാൻറ്റേജസിനെ കുറിച്ചും ഈ ഭാവിയിൽ യുനാനി ചികിത്സ എത്രത്തോളം നമ്മുടെ കേരളത്തിലേക്ക് എത്തും എന്നുള്ളതും, ഇതുപോലെ തന്നെ ഡെങ്കു ഫീവർ പോലെയുള്ള പ്രശ്നങ്ങളിൽ ഫലപ്രദമായിട്ട് തന്നെ ഇടപെടാൻ സാധിക്കും എന്ന് തന്നെ വിചാരിക്കാം. വളരെ തിരക്കേറിയ സമയത്ത് പീപ്പിൾ ടിവിയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റുഡിയോയിലെത്തി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് യുനാനി ചികിത്സ വിഭാഗത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു തന്നതിൽ ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസം. ഒരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.